ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുണ്ടാക്കിയ ഒരു തോരനായിട്ടാണ്. ഈ തോരൻ എന്ന് പറഞ്ഞാൽ ചോറിന് മാത്രമല്ല, നമ്മൾക്ക് കറിയൊന്നുമില്ലെങ്കിലും നമ്മൾക്ക് ഒരു കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടി നമുക്ക് ഒരു ചപ്പാത്തി പൊറോട്ട എന്തിലാവട്ടെ വെച്ച് റോള് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി തോരൻ തന്നെയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെ അഭിപ്രായം പറയുക. അതേപോലെ തന്നെ നിങ്ങളൊരു ലൈക്ക് അടിച്ചു പോവുക, സപ്പോർട്ട് തരിക. പിന്നെ ആരെങ്കിലും പുതിയവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, നമുക്കൊന്ന് കാണാം. ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ്. അത് നല്ലതുപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതിൻ്റെ കൂടെ ഞാൻ 3 മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഞാൻ കടലക്കപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പരിപ്പുകളാണ് ഇതിലേക്ക് പൊട്ടിക്കുന്നത്. ഞാൻ കടുക് ഒട്ടും ചേർക്കുന്നില്ല. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് നമ്മൾ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂണ് ഞാൻ നല്ല ജീരകം, നമ്മളെ ചെറിയ ജീരകം, അതും ചേർത്ത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം. നമ്മളെ പരിപ്പുകളും അതേപോലെ ജീരകമൊക്കെ നല്ലതുപോലെ പൊട്ടി വരുമ്പം അതിലേക്ക് 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകും ചേർത്ത് അതുമെല്ലാം തന്നെ നല്ലതുപോലെ മൂത്ത് വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു 4-5 ചെറിയ വെളുത്തുള്ളിയാണ്. അത് നല്ലതുപോലെ ചതച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ ഉള്ളിയാണ്. ആ ഉള്ളിയും നല്ലതുപോലെ തന്നെ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളകും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അതും തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മളെ ഉള്ളിയും പച്ചമുളകും മറ്റൊക്കെ എല്ലാം തന്നെ നല്ലതുപോലെ സോഫ്റ്റായി വരുമ്പം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മളെ ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നനവ് പോലെ ഇരിക്കും, അത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയതാണ്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് എല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. എല്ലാം തന്നെ മിക്സാക്കി അതിന് ശേഷം വീണ്ടും ഞാൻ ഒരു മിനിറ്റോളം ഞാനിത് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വീണ്ടും ഞാൻ തുറന്നതിന് ശേഷം അത് നല്ലതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ടൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതേപോലെ തന്നെ എല്ലാ ഭാഷത്തേക്കും നമ്മൾ ബീട്രൂട്ട് തോരൻ എല്ലാം ഇതേപോലെ മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് ഞാനൊരു 3 മുട്ടയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബീട്രൂട്ട് എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് മുട്ട എടുക്കുക. ഞാൻ ഒരു ബീട്രൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനാണ് ഞാൻ 3 മുട്ട ചേർത്തിട്ടുണ്ട്. മുട്ട കൂടുതലാകുമ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരിതാണ്. മുട്ടയും ബീട്രൂട്ടൊക്കെ നമ്മൾക്ക് ഒരേപോലെ നല്ലതിലായിട്ട് വരുമ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. 3 മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ കുറച്ചൊന്ന് ആറിയിട്ട് വരുമ്പം കുറച്ച് ഒരു മിനിറ്റ് വെക്കുക. അതിന് ശേഷം ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ബീട്രൂട്ടിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ചുവന്ന മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ സ്ക്രാമ്പിളാക്കും, മുട്ട ബുർജിയാക്കുമല്ലോ, അതേപോലെ തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം വെച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മുട്ടയൊക്കെ നല്ലതുപോലെ ആയി വരുമ്പോൾ നമ്മൾ ബീട്രൂട്ടും മുട്ടയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയിട്ട് കൊടുക്കുക. മിക്സാക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വെക്കുക.
നല്ലതുപോലെ തന്നെ എല്ലാം നല്ല മുട്ടയും അതേപോലെ തന്നെ നമ്മളെ ബീട്രൂട്ടും എല്ലാം തന്നെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. ഞാൻ അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. നമ്മളെ മുട്ടയും അതേപോലെ ബീട്രൂട്ടും ഒക്കെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഒരു കറി നമുക്ക് കറി ഇല്ലെങ്കിലും ഇത് ഒറ്റൊന്ന് മതി, അത്രയും ടേസ്റ്റാണ്. ചോറിനൊക്കെ നമുക്ക് കൂട്ടിയിട്ടൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയുക. അടിപൊളിയായിട്ട് ഇനിയും ഞാൻ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.